ഹായ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ജോഗ്രഫിയിൽ നിന്നും നമുക്ക് അറിയാം 50 ക്വസ്റ്റ്യനാണ് 50 ക്വസ്റ്റ്യനാണ് നമുക്ക് റെയിൽവേ എക്സാമിന് എവിടെ നിന്ന് വരുന്നത്, GK സെഷനിൽ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഏത്, ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫിയിൽ നിന്നും നമുക്ക് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ജോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഭാഗമുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെ തന്നെയാണ്, ഇന്ത്യൻ ജോഗ്രഫിയിലാണ്. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. അത് നമ്മൾ കറക്റ്റായി പഠിച്ച് തീർത്തതിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്ക് പോകണം, വേൾഡ് ജോഗ്രഫിയിലോട്ട് പോകണം. അപ്പം ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ഇന്ത്യൻ ഫിസിയോഗ്രാഫി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്ത്യൻ ഫിസിയോഗ്രാഫി എന്ന ചാപ്റ്ററിലാണ് മെയിനായിട്ട് നമുക്ക് എക്സാമിന് എന്ത് ചോദിക്കാറുള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. രണ്ടാമത് നമുക്ക് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് റിവർ സിസ്റ്റമാണ്. ഇന്ത്യയിലെ നദികളിൽ നിന്ന് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം നദികൾ, ഇപ്പം നമ്മുടെ ഒരു ട്രെൻഡിങ് സെറ്റ് നമ്മൾ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നദികളിൽ നിന്ന് എപ്പോഴും ചോദിക്കാനുള്ളത് ഒരു 3 ടൈപ്സ് ക്വസ്റ്റ്യൻസാണ്. അതായത് ഒരു നദി എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, ദെൻ ആ നദിയുടെ ട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ പോണത് ആ നദിയിലുള്ള പ്രോജക്റ്റുകൾ, ഡാമുകളാണ്. അങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് റിവർ സിസ്റ്റിൽ നിന്ന് വരുന്നത്. ഇപ്പം ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞൊരു വർഷത്തെ ചോദ്യ പേപ്പർ SSCയിൽ നോക്കുകയാണെങ്കിൽ ധാരാളം ചോദ്യം വന്നത് ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരുന്നു. ഇന്ത്യൻ ക്ലൈമറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വിൻഡുകളാണ്, കാറ്റുകളുടെ പേരുകൾ അല്ലേ. നമ്മുടെ പ്രീ മൺസൂൺ മുതൽ നമ്മുടെ മൺസൂൺസ്, അതുപോലെ തന്നെ ലൂ, കാൽ ബൈശാഖി, അങ്ങനെയുള്ള കാറ്റുകളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഏത് സമയങ്ങളിലാണ് ആ കാറ്റുകൾ ഇന്ത്യയിൽ വരുന്നത്, ഏത് സീസണിലാണ്, എങ്ങനെയുള്ള കാറ്റാണ്, അങ്ങനെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ SSC എക്സാമിന് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നത് ഇന്ത്യൻ ക്ലൈമറ്റിൽ നിന്നായിരുന്നു. സോ ഇന്ത്യൻ ക്ലൈമറ്റും ഒരു പ്രധാനപ്പെട്ട എന്താണ് ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് അതിനുശേഷം പറഞ്ഞത് നമ്മുടെ നോർമലി ഉള്ള സ്ട്രാറ്റജിക്ക് ഭാഗത്താണ്. അത് ജോഗ്രഫിയിൽ നിന്നുള്ള നാഷണൽ പാർക്ക്, മൈനിങ് സെൻറ്റേഴ്സ്, ഇൻഡസ്ട്രി പരമായിട്ടുള്ള അങ്ങനെയുള്ള ഓവറോൾ സ്ട്രാറ്റജിക്ക് രൂപേണ നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, ജോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി മെയിനായിട്ടും ആദ്യം പഠിക്കേണ്ട 3 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഫിസിയോഗ്രാഫി, ഇന്ത്യൻ റിവർ സിസ്റ്റം, ഇന്ത്യൻ ക്ലൈമറ്റ്. ഇതാണ് ആദ്യം നിങ്ങൾ പഠിച്ച് സെറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ വലിയൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫിസിയോഗ്രാഫി എന്ന് പറയുന്നത് ധാരാളം ചോദ്യങ്ങൾ വരുന്ന വലിയൊരു ചാപ്റ്ററാണ്. ഇത് ഇന്ത്യൻ ഫിസിയോഗ്രാഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞ് വേണം നിങ്ങൾ എവിടെ പോകാൻ, വേൾഡിൽ പോകാൻ. വേൾഡിൽ പോകുമ്പം നോർമലി വേൾഡിൽ നിന്നും ചോദിക്കാറുള്ളത് സ്ട്രാറ്റജിക്കാണ്. അത് ഓഷ്യൻസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യമായിരിക്കാം, അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഗ്രാസ് ലാൻഡ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തായിരിക്കും വേൾഡിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ വേൾഡിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സ് വരുമ്പോൾ ആ എർത്തിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ലെയർ, നമ്മുടെ അറ്റ്മോസ്ഫിയർ ലെയർ, എർത്തിൻ്റെ സ്ട്രക്ചർ, അതുപോലെ സോളാർ സിസ്റ്റം, ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചോദിക്കാറുള്ളത്, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എവിടെ, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന്. അപ്പോൾ ഈ 2 ഭാഗത്ത് നിന്ന് നമ്മൾ മെയിനായിട്ടും ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഈ ഒരു സെഷനിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ ടൈപ്പിൽ ചോദിക്കാൻ സാധിക്കും, അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഒന്ന് നോക്കാം, എങ്ങനെയൊക്കെ പാറ്റേണിലാണ് അവർ കണ്ടിട്ടുള്ളത് എന്നൊക്കെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സൺ ഫ്രം ദി എർത്ത് ഈസ് എബൌട്ട് ഡാഷ് ലൈറ്റ് മീൻസ്. അതായത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പറയുന്നത് കിലോമീറ്റർ ബേസ് ആണ് അല്ലേ. അത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 150 മില്യൺ കിലോമീറ്ററാണ്. നോർമലി സൂര്യനും ഭൂമിയും തമ്മിലുള്ള എന്താണ് ഒരു ആവറേജ് ഡിസ്റ്റൻസ് 150 മില്യൺ കിലോമീറ്ററാണ് ഒരു ആവറേജ് ഡിസ്റ്റൻസ് അല്ലേ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് 2 ദിവസം പർട്ടിക്കുലർലി നമുക്കറിയാം അല്ലേ. സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ഒരു ദിവസമുണ്ട്, സൂര്യനും ഭൂമിയും ഏറ്റവും അകന്ന് വരുന്ന ഒരു ദിവസവുമുണ്ട് അല്ലേ. സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 147.5 മില്യൺ കിലോമീറ്ററാണ് അല്ലേ.
നമുക്ക് ആ ഡേക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഡേ നമ്മളൊരു പേര് വിളിക്കും. ആ ഡേ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ ഡേ എന്ന് പറയും അല്ലേ. സൂര്യനും ഭൂമിയും ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്ന ദിവസമാണ് പെരിഹീലിയൻ ഡേ. അതെന്നാ, അത് ഏത് ദിവസമാണ്? അത് ജാനുവരി 3-ാം തീയതി അല്ലേ. നമ്മുടെ ജനുവരി 3-ാം തീയതിയാണ് പെരിഹീലിയൻ ഡേ. ആ പർട്ടിക്കുലർ ഡേ സൂര്യനും ഭൂമിയും എന്താണ്, ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്നൊരു ദിവസമാണ്. അന്നത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 147.5 ആണ് കേട്ടോ. ഇനി സൂര്യൻ ഭൂമിയും ഏറ്റവും ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് 152.5 മില്യൺ കിലോമീറ്റർ. 152.5 മില്യൺ കിലോമീറ്റർ സൂര്യൻ ഭൂമി ഏറ്റവും ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് അപ്ഹീലിയൻ എന്ന് പറയും. പെരിഹീലിയനും അപ്ഹീലിയനും കേട്ടോ. അത് അപ്ഹീലിയൻ അതെന്നാ, അത് ജൂലൈ 4-ന്, ജൂലൈ 4-ാം തീയതിയാണ് അപ്ഹീലിയൻ. അപ്ഹീലിയൻ ഡേ എന്നാണ് ജൂലൈ 4. പെരിഹീലിയൻ ജനുവരി 3-നും അപ്ഹീലിയൻ ജൂലൈ 4-നും കേട്ടോ. അപ്പോൾ ആ 2 ഡേയുടെ ഡിസ്റ്റൻസ് കണ്ടല്ലോ. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഈ പെരിഹീലിയൻ അപ്ഹീലിയൻ ഡേയുടെ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചോദിച്ചത് കിലോമീറ്റർ ബേസ് ചെയ്തല്ല. നമ്മുടെ ചോദ്യം എന്താണ്? ലൈറ്റ് മിനിറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ആ ഒരു ടൈമിങ് അല്ലേ. അത് നമുക്കറിയാം. ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസിനെ തന്നെയാണ് കണക്കാക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം എത്ര സമയം കൊണ്ടാണ് ഭൂമിയിൽ റീച്ച് ആവുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ശരിക്കും അതാണ്. സൂര്യൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ എത്തേണ്ട സമയം എന്ന് പറഞ്ഞാൽ 500 സെക്കൻഡുകളാണ്. 500 സെക്കൻഡുകൾ വേണം സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ റീച്ച് ആവാൻ. പക്ഷെ നമ്മുടെ ചോദ്യം സെക്കൻഡിലല്ല, മിനിറ്റിലാണ്. സോ നമ്മൾ 500 സെക്കൻഡിനെ നേരെ എങ്ങോട്ട് കൺവെർട്ട് ചെയ്യുന്നു? മിനിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. 480 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് ആണ്. ദെൻ ബാലൻസ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 20/60 = 1/3, 8.3 സെക്കൻഡ്സ്. സോ 8.3 മിനിറ്റ്. ഓപ്ഷനിലോട്ട് പോകുന്നു. ഓപ്ഷനിൽ 12 അല്ല, 4.3, 8, 5. സോ ഈ ഓപ്ഷനിൽ നമുക്ക് 8 എടുക്കാമല്ലേ, കാരണം 8.3 ആണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്ക് ആ 8.3 ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ആൻസറിലോട്ട് പോകുന്നു? നമ്മളതിൽ 8 എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്കിവിടെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാം. പെരിഹീലിയൻ ഏത് ദിവസം, അല്ലെങ്കിൽ ആ ദിവസം ഡിസ്റ്റൻസ് എത്ര? അപ്ഹീലിയൻ ഏത് ദിവസം, ആ ദിവസത്തെ ഡിസ്റ്റൻസ് എന്താണ്? അങ്ങനത്തെ ഒരു പാറ്റേൺ ചോദ്യം നമുക്കിവിടെ ചോദിക്കാൻ സാധിക്കും. കാരണം അതും നമ്മുടെ ഡിസ്റ്റൻസ് തന്നെയാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. കിലോമീറ്റർ ബേസാണ്. ഇതെന്ത് ബേസ് ചെയ്തായിരുന്നു? സൂര്യൻ്റെ പ്രകാശവർഷം അല്ലേ, എന്ന് പറയാൻ ലൈറ്റ് മിനിറ്റ്സ്. അത് വെച്ച് ചോദിച്ച ഒരു ചോദ്യവുമാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോയാലോ. യെസ്, ഇതും സെയിം ഭാഗത്തു നിന്ന്, അതായത് സോളാർ സിസ്റ്റത്തിൽ നിന്നും അതേ സ്ഥലത്തു നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. സെയിം ഇപ്പം നമ്മൾ കണ്ട അതേ സ്ഥലം തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് ദി സമ്മർ സോളിറ്റേഴ്സ് ഫാൾ? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട 2 ഡേ, ജനുവരി 3-ഉം അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് ഒന്ന് ജൂലൈ 4-ഉം. പെരിഹീലിയനും അപ്ഹീലിയനും കേട്ടോ. സൂര്യൻ ഏറ്റവും അടുത്ത് വരുന്നതും ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസും. ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു 4 ഡേറ്റ് കൂടിയുണ്ട്. അതിലൊന്നാണ് മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. 2 ഇമ്പോർട്ടൻ്റ് ഡേകളാണ്. മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. ഈ 2 ദിവസങ്ങളുടെ പ്രത്യേകത, ഈ ദിവസങ്ങൾ നമ്മൾ പറയുന്നത് ഇക്വിനോക്സ് ഡേകളെന്നാണ്. ഇക്വിനോക്സ് എന്താണ്? ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ, ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും എന്തായിട്ട് വരും? തുല്യമായി വരും കേട്ടോ. രാത്രിയും പകലും തുല്യമായി വരുന്ന ഡേ ആണേത്? ഇക്വിനോക്സ് ഡേ എന്ന് പറയുന്നത് കേട്ടോ. രാത്രിയും പകലും എന്തായിട്ടാണ്? തുല്യമായി വരുന്ന ഡേ ഏതാണ്? ഇക്വിനോക്സ് ഡേകളെന്ന് പറയും. അത് ഏതൊക്കെ ദിവസമാണ്? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം സമ്മർ സോളിറ്റേഴ്സ് എന്നാണെന്നാണ് അല്ലേ. സോ നമുക്ക് ഓപ്ഷനിൽ നോക്കാം, ഇങ്ങനത്തെ എന്തെങ്കിലും ഡേറ്റ് ഉണ്ടോ? മാർച്ച് 21 ഉണ്ടല്ലേ. സോ അത് കട്ട് ചെയ്യാം, കാരണം മാർച്ച് 21 എന്താണ്? ഇക്വിനോക്സ് ആണ്. സെപ്റ്റംബർ 23 ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഇക്വിനോക്സുകൾ നമ്മുടെ ഓപ്ഷനിലുണ്ട്. സോ നമുക്ക് ആദ്യമേ കട്ട് ചെയ്യാൻ പറ്റും. ഇക്വിനോക്സുകളാണ് മാർച്ച് 21. ശരി, കാരണം ആ ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച് പകലും രാത്രിയും തുല്യമായിരിക്കും. ഇനി മറ്റൊരു ഡേറ്റാണ് ജൂൺ 21-ഉം ഡിസംബർ 22. ജൂൺ 21-ഉം ഡിസംബർ 22.
ജൂൺ 21 പ്രത്യേകത എന്ന് വെച്ചാൽ ജൂൺ 21 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകൽ കൂടിയ ദിവസം, ലോങ്ങസ്റ്റ് ഡേ. നമ്മൾ ആ ദിവസം വിളിക്കുന്ന പേരാണ് സമ്മർ സോൾട്ടേഴ്സ് എന്ന് പറയും കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകൽ കൂടിയ ദിവസം എന്നു ചോദിച്ചാൽ എന്താണ്? അത് ജൂൺ 21. ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾട്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഡിസംബർ 22 പ്രത്യേകം എന്തായിരിക്കും? ഇന്ത്യയിൽ ഏറ്റവും പകൽ കുറഞ്ഞ ദിവസം. ഇന്ത്യയിൽ ഏറ്റവും പകൽ കുറഞ്ഞ ദിവസം ഏതാണ്? ഡിസംബർ 22. അതാണ് വിൻ്റർ സോൾട്ടേഴ്സ് എന്ന് പറയും. ഇത് സമ്മർ സോൾട്ടേഴ്സ്. ജൂൺ 21 സമ്മർ സോൾട്ടേഴ്സ്, ഡിസംബർ 22 വിൻ്റർ സോൾട്ടേഴ്സ്. നമ്മുടെ ചോദ്യം എന്താ? സമ്മർ സോൾട്ടേഴ്സ് അല്ലേ? സോ ആൻസർ ഏതാ? ജൂൺ 21. പക്ഷെ നോക്ക്, ഡിസംബർ 22 ഉണ്ട്, വിൻ്റർ സോൾട്ടേഴ്സും നമ്മുടെ എന്തുണ്ട്? ഓപ്ഷനിലുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ വിൻ്റർ സോൾട്ടേഴ്സും ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത് ഒരു നല്ല ചോദ്യമാണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ ഇക്വിനോക്സ് ചോദിക്കാം. എന്തൊക്കെയാണ് ഇക്വിനോക്സ് സംഭവിക്കുന്നത്? ഇക്വിനോക്സ് എന്തൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 എന്ത് സംഭവിക്കുന്നത്? ഇക്വിനോക്സ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വിൻ്റർ സോൾട്ടേഴ്സ് ഏത് വർഷമാണ്? വിൻ്റർ സോൾട്ടേഴ്സ് ഡിസംബർ 22 എന്ത് വരുന്നു? വിൻ്റർ സോൾട്ടേഴ്സ് വരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ സമ്മർ സോൾട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? ജൂൺ 21. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോയാലോ? നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. എടാ ഒരു 5 മിനിറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഡ്യൂറിങ് ദി ഫിനോമിന ഓഫ് അപ്ഹീലിയൻ ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് സൺ. അതായത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതേ ക്വസ്റ്റ്യൻ ആണല്ലേ, സെയിം പാറ്റേൺ എന്നുള്ളൊരു ചോദ്യമാണ്. ഇക്വിനോക്സ് ഏതൊക്കെ? അത് നമ്മുടെ അപ്ഹീലിയൻ നമ്മൾ പഠിച്ച സാധനമാണ്. അപ്ഹീലിയൻ ഏത് ദിവസമാണ് ചോദിച്ചത്? എത്രയാണ് ഡിസ്റ്റൻസ് എന്ന്? അപ്ഹീലിയൻ ദിവസത്തെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്ഹീലിയൻ ദിവസത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതേ ഉള്ളൂ. അപ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്നാ? അത് ജൂലൈ 4 എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന ദിവസം. സൂര്യനും ഭൂമിയും ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന ദിവസം എന്നാണ്? ജൂലൈ 4. ആ ദിവസത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? ആ ദിവസത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 152 മില്യൺ കിലോമീറ്റർ ആണ്. 152 മില്യൺ കിലോമീറ്റർ ആണ് ആ ദിവസത്തെ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്രയാണ്? 152 മില്യൺ കിലോമീറ്റർ ആണ് എന്ത്? ആ ദിവസത്തെ പർട്ടിക്കുലർ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം. നമുക്കൊരു അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്താ? യെസ്, ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ നിന്നും ഉണ്ടായ ഒരു ചോദ്യമാണ് അല്ലേ? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ നിന്നും ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ റേഡിയോ ട്രാൻസ്മിഷൻ? നമുക്കൊരു മെയിനായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഈ അറ്റ്മോസ്ഫിയർ ലെയർ. ഇവിടെ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ അറ്റ്മോസ്ഫിയറിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചായിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സാധനം തരും, അത് ഏത് ലെയറിലാണ് സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ഒരു പാറ്റേൺ ചോദ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. റേഡിയോ ട്രാൻസ്മിഷൻ സഹായമാവുന്നത് ഏത് ലെയറിലാണ് റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത്? ഓപ്ഷൻസ് ഏതാ? എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ. ഏത് ലെയറിലാണ്? നമ്മൾ ക്ലാസ്സിലും നമ്മൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഒരു ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അറ്റ്മോസ്ഫിയറിലെ ലെയറിനെ പറ്റി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഏത് ലെയറിലാണ്? അത് തെർമോസ്ഫിയറിലാണ് അല്ലേ? തെർമോസ്ഫിയറിലാണ് എന്ത് നടക്കുന്നത്? റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത്. റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്ന ഏത് ലെയറിലാണ്? തെർമോസ്ഫിയറിലാണ് റേഡിയോ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നിങ്ങൾ എല്ലാ ലെയറിലും ഇപ്പം ഓസോൺ കാണുന്ന ലെയർ, അത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ കാണുന്നത് ഏത് ലെയറിലാണ് അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്? ഓസോണിനെ കാണാൻ പറ്റുന്ന. അതുപോലെ തന്നെ
നമ്മുടെ വെതർ കണ്ടീഷൻ അല്ലെ, കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന ഏത് ലെയറിലാണ്? അത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ മീറ്ററോയിഡ്സ്, നമ്മുടെ ഉൽക്കകൾ കത്തുന്നത് ഏത് ലെയറിലാണ്? മീറ്ററോയിഡ്സ്. ME അത് വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് മെസോസ്ഫിയർ. നമ്മളെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ നിങ്ങൾ ഏതൊക്കെ ലെയറിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് കൃത്യമായി എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചോദ്യം എപ്പോഴും അറ്റ്മോസ്ഫിയർ ലെയറിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയർ ലെയറിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ ലെയറിൽ സംഭവിക്കുന്നു അത് കൃത്യമായി എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. യെസ്, ഇപ്പം കണ്ടില്ലേ, അതാ സെയിം നമ്മൾ പറഞ്ഞു. ഓസോണിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഓസോൺ കാണുന്ന ലെയർ നമുക്കറിയാം. ഓസോൺ ഏത് ലെയറിലാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ? ഓസോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്കറിയാനുള്ളതാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ അല്ലേ, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഓസോൺ പാളിയാണ്. ആ ഓസോൺ പാളി കാണുന്നത് ഏത് ലെയറിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏത് ലെയറിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ആര്? ഓസോൺ എന്ന് പറയുന്ന പാളി. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ അടുത്ത് നമുക്കൊരു ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇതിന് ഏതൊക്കെ എക്സാമുകൾ? RRB ALP ടെക്നീഷ്യൻ, അതുപോലെ RRB RPF, അതുപോലെ RRB NTPC റെക്കോർഡഡ് ക്ലാസ്സുകളും അതിനുശേഷം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ SSC ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2024 CGL CHSL MDS എക്സാമിനുള്ള ക്ലാസ്സുകളും ദിശ അക്കാഡമിയുടെ എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 2024 RPF എക്സാമിൻ്റെ എന്താണ് കോഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. ജസ്റ്റ് 3999 രൂപ മാത്രമാണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്, ആദ്യം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, അതിനുശേഷം ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഒരു ഓൺലൈൻ മെൻറ്ററിങ് സപ്പോർട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ട് ഓൺലൈൻ മെൻറ്ററിങ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ വർക്കൗട്ട്, നമ്മൾ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് അതിലെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാണ്. ഓൺ വിച്ച് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ദ മീറ്ററോയിഡ്സ്, നമ്മൾ കുറച്ച് പറയുന്നത് ഇതും അറ്റ്മോസ്ഫിയർ ലെയറിലൊരു ചോദ്യമാണ്. അറ്റ്മോസ്ഫിയർ ലെയറിൽ നിന്നും എന്നുള്ള മറ്റൊരു ചോദ്യമാണ്, മീറ്ററോയിഡ്സ് കത്തുന്നത് ഏത് ലെയറിലാണ്? കുറച്ചും നമ്മൾ കണ്ടതേ ഉള്ളൂ. മീറ്ററോയിഡ്സ് കത്തുന്നതും ഏത് ലെയറിലാടാ? മെസോസ്ഫിയറിലാണ് അല്ലേ. മെസോസ്ഫിയറിൽ വെച്ചാണ് മീറ്ററോയിഡ്സ് കത്തുന്നത്. അല്ല, അറ്റ്മോസ്ഫിയർ ലെയറിൽ നമുക്ക് ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തെങ്കിലും ഒരു സാധനം തരും, അത് സംഭവിക്കുന്നത് ഏത് ലെയറിലാണ് അത് സംഭവിക്കുന്നത് മനസ്സിലാക്കി നമുക്ക് ആ പാറ്റേൺ ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗം കൃത്യമായി പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ലെവൽ മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഭാഗം നിങ്ങൾ പഠിച്ച് വെക്കണമെന്നാണ്. നമ്മുടെ ലൈവ് സെഷൻ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെയുള്ള ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ട്. നമ്മൾ ആ സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ സെഷനൊക്കെ ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്ന് പറഞ്ഞ 1-2 പാറ്റേൺ ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ റിവർ സിസ്റ്റം എടുത്താൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എല്ലാ പ്രധാന നദികളുടെയും ഒറിജിൻ സ്ഥലം അറിഞ്ഞിരിക്കുക എന്നാണ്. സോ നിങ്ങൾ റിവർ സിസ്റ്റത്തിൽ മെയിനായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ അതാണ്. എവിടെയാണ് ഒറിജിൻ, ദെൻ ആരൊക്കെയാണ് ട്രിബ്യൂട്ടറി, ദെൻ ഡാംസ്. ഈ 3 കാര്യം റിവർ സിസ്റ്റത്തിൽ നിന്ന് പഠിക്കണം. നമുക്ക് റിവർ സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു ലൈവ് സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം. സോ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് പോകുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവർ ഒറിജിനേറ്റ് ഫ്രം ദി രാഗാസ് ലേക്ക്? രാഗാസ് ലേക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ആരാണ്? ചിനാബ്, ബിയാസ്, രവി, സത്ലജ്. നമുക്കറിയാം രാഗാസ് ലേക്ക് എന്ന് പറയുന്നത് ടിബറ്റിലെ ഒരു ലേക്കാണ്. ആര്? ലാഗാസ് ലേക്ക്. ഈ നദികളിൽ ഒരൊറ്റ നദി മാത്രമാണ് ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നത്,
സത്ലജാണ്. സത്ലജിൻ്റെ ഒറിജിനാണ് എവിടെയാ? ടിബറ്റിലെ രാഗാസ് ലേക്ക്. ടിബറ്റിലെ രാഗാസ് ലേക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ആരാണ്? അത് സത്ലജ് നദിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ, റിവർ സിസ്റ്റത്തിൽ മെയിനായിട്ടും ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൻ്റെ കാര്യങ്ങളിൽ പഠിച്ച് വെക്കുക കേട്ടോ. നമുക്കൊരു റിവറിന് മാത്രം ഒരു ലൈവ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ മാത്രം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് റിവറിൽ നിന്ന് മാത്രം. ഈ 3 കാര്യം കൃത്യമായി പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് റിവർ സിസ്റ്റം പൂർണ്ണമായി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 3 ടൈപ്പ് മെത്തേഡിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു. സോളാർ സിസ്റ്റത്തിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയർ ലെയർ എന്നുള്ളത്, അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് റിവർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ഞാൻ പറയും ഏതൊക്കെ ടോപ്പിക്കുകളാണ്, എസ്പെഷ്യലി ഇന്ത്യൻ ഫിസിയോഗ്രാഫി എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായി പഠിച്ചു അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.